വന്യജീവി ആക്രമണം വാർത്തകളിൽ നിറയുകയാണ്. നരഭോജി കടുവകളെ കഥകളിലും സിനിമകളിലുമൊക്കെയാണ് മുൻപ് മലയാളികൾക്ക് പരിചയം. എന്നാൽ ഇപ്പോൾ അവ സ്വന്തം വീട്ടുമുറ്റത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ഏതു സമയവും ആക്രമണത്തിന് ഇരയാകാവുന്ന മനുഷ്യരുടെ ഭീതി നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. ആനയും കടുവയും പുലിയും കാട്ടുപോത്തും കരടിയും കാട്ടുപോന്നിയുമൊക്കെ കാടിറങ്ങുമ്പോൾ മനുഷ്യന്റെ നെഞ്ചിൽ തീയാണ്. കൂട്ടമായും ഒറ്റയ്ക്കുമെത്തി കൃഷി നശിപ്പിച്ച് മടങ്ങിയിരുന്ന വന്യജീവികൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യരുടെ ജീവൻ പൊലിയുന്നത് ഏറെ ദുഃഖകരമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് കാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവർ നാട്ടിലേക്ക് ഇറങ്ങി വരുമോ? കുടിവെള്ളവും ഭക്ഷണവും തേടിയാണ് എല്ലാ വന്യമൃഗങ്ങളും കാടിറങ്ങുന്നത്. ഒരു തരത്തിൽ മനുഷ്യന്റെ ആർത്തി പിടിച്ച ജീവിതം തന്നെയാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ എന്ന് കാരണമെന്ന് പറയുന്നതിലും തെറ്റില്ല. വനമേഖലയ്ക്ക് സമീപം നമ്മൾ നട്ട മഞ്ഞക്കൊന്ന അടക്കമുള്ള അധിനിവേശ സസ്യങ്ങൾ കാട്ടിൽ വ്യാപകമായതോടെ പുല്ലുവർഗത്തിലുള്ള സസ്യങ്ങളുടെ കുറവ് വന്യമൃഗങ്ങളെ പട്ടിണിയിലാക്കുന്നു. അങ്ങനെ കാട്ടുപോത്തും കാട്ടുപന്നിയും ആനയുമെല്ലാം വനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു. ഒരു കടുവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഏതാണ്ട് 25 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് വേണ്ടത്. കാട്ടാനക്കൂട്ടങ്ങൾക്ക് 128 ചതുരശ്ര കിലോമീറ്ററും. എണ്ണം പെരുകുന്നതോടെ ആവാസ വ്യവസ്ഥ ചുരുങ്ങുന്നതിനാൽ ഭക്ഷണം തേടി അവ നാട്ടിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ വനാതിർത്തിയിൽ വാഴയും കിഴങ്ങുവിളകളും പുല്ലുവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നത് സസ്യാഹാരികളെ മാത്രമല്ല മാംസാഹാരികളെയും നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. വനമേഖലയ്ക്ക് സമീപം തുടങ്ങുന്ന കൃഷി പതുക്കെ വനമേഖലയിലേക്കും അനധികൃതമായി വ്യാപിപ്പിക്കുന്നതും വനം കയ്യേറുന്നതും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ തകർക്കുന്നു. വനമില്ലാതാകുമ്പോൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതാകുമ്പോൾ വന്യജീവികൾ അവ തേടി വനത്തിന് പുറത്തെത്തും. വനാതിർത്തിയിലെ കൃഷികൾ അവയെ ആകർഷിക്കും. അങ്ങനെ ദുരന്തം നാം ക്ഷണിച്ചു വരുത്തുന്നു. കൃഷിയുടെ മറവിൽ അടിക്കാടുകൾ വെട്ടി നശിപ്പിച്ചപ്പോൾ വന്യജീവികളുടെ ഭക്ഷ്യശൃംഖലയും തകർക്കപ്പെട്ടു. സസ്യബുക്കുകളും മാംസബുക്കുകളും ഒരേപോലെ ദുരിതത്തിലായി. കാടിറങ്ങാതെ അവർക്ക് വേറെ വഴികളില്ലാത്ത സ്ഥിതിയിലുമായി കാര്യങ്ങൾ. പകരം സംവിധാനം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതുമില്ല. ഇനിയെങ്കിലും വനം കയ്യേറ്റം തടയണം. വനാതിർത്തിയിലെ കൃഷി ഒഴിവാക്കണം. വനത്തിൽ മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുന്നത്? നമ്മുടെ വനാതിർത്തി പങ്കിടുന്ന തമിഴ്നാടും കർണാടകയിലും ഇത്ര ഭീഷണി നേരിടാത്തത് എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ ക്രിയാത്മകമായി പഠിച്ച് നടപടിക്ക് കേരളം തയ്യാറാകണം. കാര്യക്ഷമമായി നടപ്പാക്കണം. മറിച്ചായാൽ ഇനിയും പല ജീവനുകൾ പൊലിയും.